ഇന്ന് ലോക മാതൃദിനം. അമ്മിഞ്ഞപ്പാലിൻ്റെ മധുരവും അമ്മയുടെ സ്നേഹവും നുണയാത്ത ആരും ഉണ്ടാവില്ല ഈ ഭൂവിൽ. കൂണുപോലെ മുളച്ചു പൊന്തുന്ന വൃദ്ധസദനങ്ങൾ ഈ ദിവസത്തിൻ്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. അമ്മയെ മറക്കരുത് ഓർമ്മിപ്പിക്കാൻ ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് മലയാളത്തിൽ അമ്മ മനസ്സുള്ള എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഒപ്പം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകയും അവതാരകയുമായ അഡ്വക്കേറ്റ് വീണ നായർ, ഒപ്പം സുഗതകുമാരി ടീച്ചറിനെ പോലുള്ള പ്രമുഖരെയും പ്രതീക്ഷിക്കുന്നു ഈ ചർച്ചയിലേക്ക്. ഏറ്റവും ആദ്യം ഡോക്ടർ ജോർജ് ഓണക്കൂറിലേക്ക്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം, ഞാനൊന്നും ചോദ്യത്തിന് വളരെ പശ്ചാത്തലം ഒരുക്കി കുഴപ്പമുണ്ടാക്കുന്നില്ല, എങ്ങനെ പറഞ്ഞു തുടങ്ങാം? അങ്ങനെ ഓർക്കും ഈ ദിനത്തെ? എല്ലാ അമ്മമാർക്കും ആദ്യമായിട്ട് വളരെ വിനയത്തോടെ എൻ്റെ മനസ്സിൽ തട്ടി നമസ്കാരം പറയുകയാണ് ഞാൻ ആദ്യം. കാരണം എനിക്കെല്ലാം അമ്മയാണ്. ശരിക്കും പറഞ്ഞാൽ എന്നെ പ്രസവിച്ച അമ്മ, പ്രസവിക്കാത്ത ഒട്ടേറെ അമ്മമാർ, ശരിക്കും എന്നെ വളർത്തിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. 21ാമത്തെ വയസ്സിൽ വിധവയായിപ്പോയ ഒരമ്മ, 1.5 വയസ്സുള്ള ഒരു മകനെ വളർത്തിയെടുത്ത് ആ മകൻ്റെ ആദ്യത്തെ പുത്രനാണ് ഞാൻ. അതുകൊണ്ട് എൻ്റെ പെറ്റമ്മയ്ക്ക് എന്നെ വിട്ടുകൊടുക്കാതെ എന്നെ വളർത്തിയത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പം അമ്മ എനിക്ക് എന്നെ പ്രസവിച്ച അമ്മ എന്നുള്ളതിനേക്കാളപ്പുറം ഒരു വികാരമാണ്, ഒരു മനസ്സാണ്, ഒരു സ്നേഹമാണ്. അതുകൊണ്ട് എല്ലാ അമ്മമാരെയും എനിക്ക് അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നു. ചില ആൾ എന്നോട് ചോദിക്കാറുണ്ട്, എന്തമ്മ എന്ന് ഞാൻ ചോദിക്കുമ്പോഴേക്ക് എന്താ അമ്മ എന്ന് വിളിക്കുന്നത് എന്നോട് ചോദിക്കും. കാരണം എനിക്ക് അത്ര എൻ്റെ മനസ്സ് വാസ്തവത്തിൽ അർപ്പിച്ചിരിക്കുന്നൊരു വികാരമാണ് എനിക്ക് അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ന് വെച്ചാൽ ഒരു സ്ത്രീയെ നമ്മളിപ്പോൾ പരിശുദ്ധ ഖുർആൻ പറയും, ഈ ഭൂമിയിൽ സ്വർഗം സ്ഥിതി ചെയ്യുന്നത് സ്ത്രീയുടെ പാദാന്തികത്തിലാണ് എന്ന് പറയും. കാരണം അവൾ ജീവൻ്റെ ഉറവിടമാണ്. നമ്മുടെ ഭാരതീയ പാരമ്പര്യം അനുസരിച്ച്, എല്ലാ പാരമ്പര്യങ്ങളും അനുസരിച്ച് അമ്മ ദേവിയാണ്, മഹാമായയാണ്. അതൊരു വെറും മതപരമായ ഒരു ആചാരം അങ്ങനെ ചിന്തിക്കാൻ ഒക്കില്ല നമുക്ക്. അതുപോലെ അമ്മ പരിശുദ്ധയാണ്. അമ്മയാണ് ആദ്യം, മാതാപിതാ ഗുരു ദൈവം. തീർച്ചയായിട്ടും അങ്ങനെ. അപ്പോൾ അമ്മയ്ക്ക് മുമ്പിലാണ് നമ്മളെപ്പോഴും നമസ്കരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മാതൃദിനം ആചരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ അമ്മമാരോടുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു സ്നേഹം എവിടെയൊക്കെയോ അന്യമായി പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് ഓർത്തെടുക്കാൻ വേണ്ടി നമുക്ക് ഇപ്പോൾ ഇത് ആചരിക്കേണ്ടി വരുന്നത്. 1908 മെയ് മാസം 2-ാം ഞായറാഴ്ച അമേരിക്കയിൽ ഇത് ആദ്യമായി ആരംഭിച്ചു എന്നുള്ളത് കൊണ്ടല്ല നമ്മളിപ്പോൾ ആചരിക്കുന്നത്. അമേരിക്കയിൽ പല ആചരണങ്ങളും നടക്കുന്നുണ്ട്, അതൊക്കെ ആവർത്തിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്. ശരിക്കും നമ്മളിപ്പോൾ ഇത് നമ്മുടെ കാലത്തിനും നമ്മുടെ ജീവിതത്തിനും വളരെ പ്രസക്തമായി തീർന്നിരിക്കുന്നു. അമ്മയെ ഓർമ്മിക്കുക, അമ്മയെ ബഹുമാനിക്കുക. ഞാനിങ്ങനെ നാട് നീളെയുള്ള പാവപ്പെട്ടവർ ഞാൻ പറയുന്നില്ല, വൃദ്ധരായ ആളുകൾ താമസിപ്പിക്കുന്ന ഭവനങ്ങളിൽ പോകാറുണ്ട്. ചെല്ലുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്തൊരു മനസ്സിന് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുക. ഞാൻ അടുത്ത കാലത്തൊരു സ്ഥലത്ത് ചെന്നപ്പോഴേക്ക് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എൻ്റെ പുറകിലിങ്ങനെ പിടിച്ചു വലിച്ചു, എൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് പുറയുന്നൊരു വലി. തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു അമ്മയാണ്, ഒരു നരച്ച് തൊലിയൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിട്ടുള്ളൊരമ്മ. അപ്പോൾ അമ്മ ഇങ്ങനെ കൈ നീട്ടി, ഞാൻ പെട്ടെന്ന് കൈ രണ്ടും ചേർത്ത് എൻ്റെ കവിളിൽ ഇങ്ങനെ പിടിപ്പിച്ചു. അപ്പോൾ അത് നടത്തിക്കുന്ന ആൾ പറഞ്ഞു, ആ അമ്മയുടെ മകനാണെന്നാണ് സാറിനെ കണ്ടപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. കാരണം ഒരു പാടത്തിൻ്റെ നടുക്കുകൊണ്ട് ഈ അമ്മ ഇരുത്തി ഒരു കുടയും ചൂടിച്ചിട്ട് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് പോയൊരു മകനുണ്ട്. അങ്ങനെ ഒട്ടേറെ മക്കളുണ്ട് നമുക്ക്. ആ ഒരു കാലത്ത് നമ്മൾ അമ്മയെ ഓർക്കുക. ദൈവമാണ്, ദൈവത്തെ നമ്മൾ വിശ്വസിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അമ്മയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് മുറുകെ പിടിക്കാൻ നമ്മുടെ കവികളും നമ്മുടെ കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ആവേശം തരുന്നത് പോലെ ഒരാവേശമായി ഇത് നിൽക്കുന്നു. അതിനുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായിട്ടും. തിരിച്ചെത്താം ഡോക്ടർ ജോർജ് ഓണക്കൂർ. അഡ്വക്കേറ്റ് വീണ നായർ. വീണ, ഇപ്പോൾ ഓണക്കൂർ സാർ ഇത് പറയുമ്പോൾ ഒരുപാട് വർഷത്തെ അധ്യാപനത്തിൻ്റെ, എഴുത്തിൻ്റെ, അനുഭവത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കണ്ട കാഴ്ചകളുടെ, അനുഭവിച്ചറിഞ്ഞ, ഇപ്പോൾ ഒരു അമ്മയുടെ കാര്യം തന്നെ പറഞ്ഞു, അതുപോലെയുള്ള അനുഭവങ്ങളുണ്ട്. പക്ഷേ ഈ ചെറുപ്രായത്തിൽ എന്ന് പറയാം, വീണയെപ്പോലെ ഒരു മകൾക്ക് അമ്മയെക്കുറിച്ച് ഈ മാതൃദിനത്തിൽ നിന്ന് ഓർക്കുമ്പോൾ എന്തു പറയാൻ തോന്നുന്നു? തീർച്ചയായിട്ടും. കാരണം എനിക്കൊരു അമ്മ എന്ന വികാരം എന്താണെന്ന് ഞാൻ ഇതുവരെ ഉൾക്കൊണ്ടിട്ടില്ല. ഞാനൊരു അമ്മയായിട്ടില്ല. അതുകൊണ്ടൊരു പക്ഷേ എനിക്ക് അതിനെക്കുറിച്ച് നന്നായി പറയാൻ സാധിക്കില്ല. പക്ഷെ ഒരു മകൾ എന്ന നിലയിൽ എൻ്റെ അമ്മ എന്താണ്, എൻ്റെ അമ്മ എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താണ് തിരിച്ചു കൊടുക്കേണ്ടത്, എനിക്കതിനുള്ള കടമ എന്താണെന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും.
അമ്മയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ സാറ് പറഞ്ഞ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് എനിക്ക് ഒരുപാട് അമ്മമാരുടെ മുഖം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോവുകയാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഒരു കുഞ്ഞ് ജനിച്ച് വളർന്നത് നന്നായി ഒരു ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ അമ്മ ഹാപ്പിയാണ്, മകൻ അമേരിക്കയിലാണ് അല്ലെങ്കിൽ മരുമകൾ അമേരിക്കയിലാണ്, ഒരുമിച്ച് സുഖമായി പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ അമ്മയ്ക്ക് പിൽക്കാലത്ത് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മകൻ്റെയും മരുമകളുടെയും അല്ലെങ്കിൽ മകളുടെയും മരുമകൻ്റെയൊക്കെ കിട്ടേണ്ട സ്നേഹം, കരുതൽ, ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ ഡെപ്പോസിറ്റുള്ള ഒരുപാട് കോടീശ്വരിയായ അമ്മമാർ മക്കൾ ആരും നോക്കാനില്ലാതെ ചിലപ്പോൾ വലിയ ഹൈഫൈ ഫെസിലിറ്റീസിലായിരിക്കാം ജീവിക്കുന്നത്. ആരോടാണ് പരാധീനത പറയുക? വീട്ടിൽ നിൽക്കുന്ന ഹോം നേഴ്സിനോട് പറയോ അല്ലെങ്കിൽ സെർവൻറ്റിനോട് പറയോ? ഇവരെ രണ്ടുപേരെയും പിടിച്ച് ഇവർ കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നാലോചിച്ച് ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. സ്വന്തം മകളുടെ വീട്ടിൽ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാതെ, ഒരു വോയിസും ഇല്ലാതെ, സ്വന്തക്കാരെ അടുപ്പിക്കാൻ പറ്റാതെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട ഈ മാതൃദിനം എന്തുകൊണ്ട് മാതൃദിനം? സാർ പറഞ്ഞ പോലെ അമേരിക്കയിൽ തുടങ്ങി എന്നുള്ളത് കൊണ്ട് ഒരു വെസ്റ്റേണൈസേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഉൾക്കൊള്ളുന്നു എന്നുള്ളതല്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇതൊരു ആവശ്യമാണ്. ഇതൊരു കൺവെൻഷന്റെ അല്ലെങ്കിൽ ഒരു കൺവെൻഷനാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഒന്നുമല്ല. പക്ഷേ നമ്മുടെ അമ്മയെ ഓർമ്മിക്കുക, ഈ ഒരു ദിവസമെങ്കിലും നമ്മുടെ അമ്മ എന്താണ്, നമ്മുടെ അമ്മയ്ക്കുള്ള പ്രാധാന്യം എന്താണ് എന്നൊരു ഓർമ്മപ്പെടുത്തലിന്റെ ദിനമായിട്ടാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളോടൊപ്പം പ്രമുഖ ചലച്ചിത്ര താരം, ഒരുപക്ഷെ ജനങ്ങളോടൊപ്പം നിന്ന് ജനനായകൻ എന്ന് ആദ്യം വിളിച്ചത്, ഇന്ന് പലർക്കും ആ സ്ഥാനമുണ്ടെങ്കിലും ആദ്യം അദ്ദേഹത്തെയാണെന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ജഗദീഷ്, അധ്യാപകൻ കൂടി ആയിട്ടുള്ള ശ്രീ ജഗദീഷ്, ചലച്ചിത്ര താരം, ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ശ്രീ ജഗദീഷ്, മാതൃദിനത്തിൽ അമ്മയെക്കുറിച്ച് ഓർക്കേണ്ടി വരുന്നു എന്നുള്ള ഒരവസ്ഥ, അങ്ങനെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട്, ആ മാതൃദിനത്തിൽ നിന്നുകൊണ്ട് ശ്രീ ജഗദീഷ് എങ്ങനെ ഓർക്കുന്നു? ഈ ദിനത്തെ എങ്ങനെ വിശേഷിപ്പിക്കും? മാതൃദിനം ആചരിക്കേണ്ട ഒന്നാണ്, ആഘോഷിക്കേണ്ട ഒന്നാണ്. ലാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ അടുക്കൽ നിന്നും എനിക്ക് കിട്ടിയ ട്രേറ്റ്സ് ആണ്, ക്വാളിറ്റീസ് ആണ്, കലയുടേത് ഉൾപ്പെടെ. അതേപോലെ തന്നെ ലോകത്തുള്ള ഒരുപാട് അമ്മമാരുടെ ആശീർവാദം, അനുഗ്രഹം, സ്നേഹം, ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ഇത് ആഘോഷിക്കേണ്ട ഒരു ദിനം തന്നെയാണ്. ലോകത്ത് ഒരുപാട് അമ്മമാര് വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. ആ വേദനകളിൽ നിന്നും അവർക്ക് മോചനം നേടാൻ ഇതേപോലുള്ള ഈ ദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന റിലീഫാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. മാതാവ് എന്ന ഒരു റിയൽ മാതാവ്, പിന്നെ മാതാവ് എന്ന സങ്കല്പം, അമ്മ എന്ന സങ്കല്പം, ഇതൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. ലോകത്തുള്ള ഒരു അമ്മയും വേദനിക്കാൻ പാടില്ല. അവരെല്ലാം സന്തോഷിക്കണം. സ്വന്തം മക്കളിലൂടെ അല്ലെങ്കിൽ നാട്ടിന്റെ മക്കളിലൂടെ, ലോകത്തിലെ മക്കളിലൂടെ എല്ലാം തന്നെ അവർക്ക് ആശ്വാസം എപ്പോഴും ലഭിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. ശ്രീ ജഗദീഷ്, ഒരുപക്ഷെ സിനിമകൾ, സാഹിത്യ രൂപങ്ങൾ, ഇതൊക്കെയാണ് വരും തലമുറയ്ക്ക് പഴയകാലത്തെ നമ്മൾ ഓർക്കേണ്ട അമ്മയുടെ അനുഭവങ്ങളാണെങ്കിൽ അതും സ്വന്തം വീട്ടിൽ നിന്നുള്ള അനുഭവങ്ങൾക്ക് പുറമേ നമുക്ക് അമ്മയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ തരുന്നത്. ഇന്നത്തെ മലയാള സിനിമയെക്കുറിച്ചുള്ള ഒരു പരാതി, അങ്ങ് ചലച്ചിത്ര മേഖലയിലുള്ള ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇന്നത്തെ ചില വർത്തമാന പത്രങ്ങളിൽ പോലും കണ്ടത് അതാണ്. പഴയ കാലത്തെ അമ്മമാരെ ഇപ്പോൾ വേണ്ട മലയാള സിനിമയ്ക്ക്, ആ നരച്ച അമ്മമാർ വേണ്ട, കവിയൂർ പൊന്നമ്മമാരെ വേണ്ട. ഇന്നത്തെ നായികമാർ ഒന്ന് അമ്മയായി നിന്ന് നരയ്ക്കാത്ത, വലിയ ചുളിവില്ലാത്ത അമ്മമാരാണ് നമ്മുടെ സിനിമകളിലൂടെ പുറത്തു വരുന്നത്. ആ അമ്മമാരുടെ കാലത്താണ് നമുക്ക് മാതൃദിനം ആഘോഷിക്കേണ്ടി വരുന്നത് എന്നുള്ളത്, അത് ആചരിക്കേണ്ടി വരുന്നത് എന്ന് പറയേണ്ടി വരുന്നത്. ശ്രീ ജഗദീഷ്, അത് ശരിയാണ് ലാൽ. പക്ഷെ അതിൽ നമ്മൾ പരിഭവിച്ചിട്ട് കാര്യമില്ല. കാരണം ലൈഫ് എന്ന് പറയുമ്പോൾ ലൈഫിന്റെ ഒരു പ്രതിഫലനം സിനിമയിൽ ഉണ്ടാവും. ഇപ്പോ നമ്മള് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ അമ്മ ചോറ് വിളമ്പി തരുന്നു, അമ്മയുമായിട്ട് നമ്മൾ സംസാരിക്കുന്നു. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് അമ്മ എന്നോട് ചോദിക്കും, എന്തൊക്കെയാണെന്ന് നീ അവതരിപ്പിച്ചത്, എങ്ങനെയായിരുന്നു റെസ്പോൺസ്. അതിന്റെ ഒരു ഇന്ററാക്ഷൻ, ആ ഇന്ററാക്ഷൻ ഇപ്പൊ പലപ്പോഴും വീടുകളിൽ നഷ്ടമാകുന്നുണ്ട്. ഈ അണുകുടുംബങ്ങളില് അവനവന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഈ അമ്മയോട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പൊ ചിലർക്ക് അച്ഛന്മാരോട് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അച്ഛൻ എന്ന് പറയുന്ന ആള് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. പക്ഷെ അമ്മയോട് എല്ലാം തുറന്ന് പറയാൻ കഴിയുന്ന
ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതൊക്കെ ഇന്ന് പോയിരിക്കുകയാണ്. കാരണം ഇന്ന് വീട്ടിൽ എത്തുന്നത് തന്നെ, കുട്ടികൾ എത്തുന്നത് അവരവരുടെ പഠിത്തത്തിന്റെ ഒരു സ്ട്രെയിൻ കഴിഞ്ഞിട്ട് എത്തുമ്പോൾ വളരെ ലേറ്റ് ആവും. അമ്മയുമായിട്ട് ഇന്ററാക്ഷൻ നടത്താനോ ഒന്നും സമയം കണ്ടെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ സിനിമകളിൽ അമ്മമാർക്ക് പ്രസക്തി ഉണ്ടാവുന്നില്ല. ആ അമ്മയുടെ സ്നേഹം അനുഭവിച്ച് കഴിഞ്ഞിരുന്നാൽ ഒരു മെച്ചപ്പെട്ട മനുഷ്യനായി മാറാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ അമ്മയായിട്ട് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ സ്നേഹമാണ് ഷെയർ ചെയ്യുന്നത്, വാത്സല്യമാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ നന്മയാണ് വളരുന്നത്. തിന്മ വളരുമ്പോൾ അത് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ അമ്മമാരുമായിട്ട് നമുക്ക് പങ്കിടാൻ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലെ തിന്മകൾ കുറയും, നമ്മുടെ മനസ്സിലെ അഴുക്കുകൾ കുറയും, നമ്മുടെ മനസ്സിലെ അധമ വികാരങ്ങൾ കുറയും. അതിൽ യാതൊരു സംശയമില്ല. അത്തരത്തിലുള്ള മെച്ചപ്പെട്ട മനുഷ്യരാകാനുള്ള ഒരു അവസ്ഥ ഇന്ന് കുറഞ്ഞിരിക്കുകയാണെന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ആ അവസ്ഥയിലേക്ക് മടങ്ങി വരണം. കുടുംബ സദസ്സുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വീടിനകത്ത് ഒരു സദസ് ഉണ്ടാവണം. ഊണും മുറിയിൽ അമ്മയുമായിട്ട് സംസാരിക്കുമ്പോൾ അമ്മയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, അമ്മ മക്കളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, നീ വിഷമിക്കണ്ട, മാർക്ക് കുറഞ്ഞതിൽ വിഷമിക്കണ്ട, അടുത്ത പരീക്ഷയ്ക്ക് എനിക്ക് കൂടുതൽ കിട്ടുമടാ മോനെ എന്ന് പറയുന്ന ആശ്വാസ വാക്ക് അത് എന്തുമാത്രം ഒരാളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുള്ളത് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. തീർച്ചയായും ശ്രീ ജഗദീഷ്, ദയവായി ഇന്ന് ഈ വിഷയമായതുകൊണ്ട് അങ്ങ് അല്പസമയം നമ്മളോടൊപ്പം നിൽക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതുകൊണ്ട് ഞാനൊന്ന് സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നു. ഒരു റൗണ്ട് കൂടി ചർച്ചയ്ക്ക് ഒപ്പം ചേരണം. ഡോക്ടർ ജോർജ് ഓണക്കൂറും വീണയും ഇത് ഒന്ന് പ്രതികരിക്കുന്നതോടെ കേട്ടിട്ട് അങ്ങയുടെ ഒരു പ്രതികരണം എടുക്കേണ്ടതുണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, അതായത് ഇപ്പോൾ ശ്രീ ജഗദീഷ് പറഞ്ഞ ആ അമ്മ, അതായത് നമുക്കുള്ള വിഷമങ്ങൾ, കുട്ടികൾക്കുള്ള വിഷമങ്ങൾ, ആദ്യം മക്കളുടെ ആ വിഷമങ്ങൾ പറയുന്ന വേദി അമ്മയാണ്. അവിടെ അമ്മയോടാണ് എല്ലാ പരാതികളും പറയുന്നത്. അല്പം അച്ഛനോട് പറയാൻ പേടിയുള്ള കാര്യങ്ങൾ പോലും അമ്മയോട് പറയുക, ആ ധൈര്യമുണ്ട്. പക്ഷേ ഇന്ന് എന്തുകൊണ്ട് ഈ മാറ്റമെന്ന് ചോദിക്കുമ്പോൾ അമ്മമാർക്ക് സമയമില്ലാതെ പോകുന്നു. വൈകുന്നേരങ്ങളിൽ മക്കൾക്ക് പഠിപ്പിക്കാൻ ഒരുപക്ഷെ അച്ഛന്മാരാണ്. ഫാദേഴ്സ് ഡേയുടെ പ്രസക്തി നാളെ ഉണ്ടാകുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും അത് കൂടുതൽ ആഘോഷിക്കേണ്ടി വരുമോ? എവിടെയാണ് നമ്മുടെ പഴയ അമ്മ നമുക്ക് ഇന്ന് നഷ്ടപ്പെടുന്നതെന്ന് അവിടെ ഒരു വിമർശനം അങ്ങ് കാണുമോ? കൂടുതൽ വൈകുന്നേരങ്ങളിൽ അമ്മ എന്തിൻ്റെ മുന്നിലാണ് എന്നുള്ളതും കൂടി അങ്ങേക്ക് ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ നിന്ന് മനസ്സിലാകാൻ എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ബുദ്ധിമുട്ടെന്ന് പറയുന്ന 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, പണ്ടത്തെ അവസ്ഥയല്ല. ഇപ്പോൾ സ്ത്രീയും പുരുഷനും ഒരു വീട്ടിലാണെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുകയാണ്. അപ്പോൾ 2 പേരും ജോലിക്ക് പോകുന്നു. അപ്പോൾ പുരുഷനെപ്പോൾ തിരിച്ചു വന്നാലും കുഴപ്പമില്ല. പക്ഷേ അമ്മ നേരത്തെ വരണം എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ പലപ്പോഴും സാധിക്കുന്നില്ല. ഇപ്പോൾ കുഞ്ഞ് വരുമ്പോൾ അമ്മയ്ക്ക് വീട്ടിലുണ്ടാകാൻ കഴിയുന്നില്ല. നമുക്കിപ്പോൾ ആദർശപൂർണ്ണമായൊരവസ്ഥയെക്കുറിച്ച് വേണമെങ്കിൽ പറയാം. സ്ത്രീകൾ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കണം എന്ന് പറഞ്ഞാൽ അത് പുരുഷാധിപത്യ സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ അമ്മമാർ, നമ്മുടെ സ്ത്രീകൾ കൂടുതൽ വിദ്യാഭ്യാസത്തിലും അറിവിലും ഒക്കെ മുമ്പിൽ നിൽക്കുന്ന ഒരു തലത്തിലേക്ക് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ സേവനം സമൂഹത്തിന് പൊതുവായിട്ട് ഉപയോഗിക്കേണ്ടത് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പല കാര്യങ്ങൾ അവർ ഇടപെടണം, അവർ വിവിധ ജീവിത രംഗങ്ങളിൽ പുരുഷനോടൊപ്പം അവർ മുന്നോട്ട് വരണം എന്ന് വാദിക്കുന്ന ഒരാളാണ് ഞാൻ. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പനത്തിൽ അങ്ങനെയാണ്. പക്ഷേ ഒരു പക്ഷേയിലേക്ക് വരാൻ പോവുകയാണ്. പക്ഷേ ഉണ്ട്. പക്ഷേ കുഞ്ഞ് വരുമ്പോൾ കുഞ്ഞ് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ ആരുമില്ല. അപ്പോൾ അവിടെയാണ് ലാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, സാധിക്കുന്നിടത്തോളം നമുക്കൊരു കൂട്ടുകുടുംബ വ്യവസ്ഥ ഞാൻ പറയുന്നില്ല, പക്ഷേ അമ്മ ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ അമ്മൂമ്മയുടെ ഒരു സാന്നിധ്യം ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ കുറേയൊക്കെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ ജോലിക്ക് പോകുമ്പോൾ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് എങ്കിൽ കുട്ടിയോട് അമ്മയ്ക്കത് പറഞ്ഞ് മനസ്സിലാക്കാം. മോനെ നീ വരുമ്പോൾ, അല്ലെങ്കിൽ മോളെ നീ വരുമ്പോൾ ഞാനൊരു ഇച്ചിരി താമസിച്ചിട്ട് വരുള്ളൂ എന്ന സ്നേഹത്തോടു കൂടി അമ്മ പറയുമ്പോൾ കുട്ടിക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ മനസ്സിലാക്കാനേ ഒന്നുമില്ല, സാധിക്കും. അപ്പോൾ അങ്ങനൊരു അവസ്ഥയിലൂടെ ഈ കാലത്തിന് സംഭവിക്കുന്ന ഈ അപകടങ്ങൾക്ക് പരിഹാരം തേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പക്ഷെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അമ്മമാരെ എന്നുള്ളതൊരു വാസ്തവമാണ്. തീർച്ചയായിട്ടും. ഞാൻ ഇടയ്ക്കൊന്ന് വീണയായിട്ടൊന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഓണക്കൂർ സാർ പറഞ്ഞതിനകത്ത് ഒരു അമ്മൂമ്മ അത്യാവശ്യമാണെന്ന് പറയുന്നു. നമ്മുടെ ഈ ഇന്നത്തെ അമ്മമാർ, ഈ പറഞ്ഞ വിമർശനം നേരിടുന്ന അമ്മമാർ എന്ന് പറഞ്ഞാൽ, മാതൃദിനത്തിൽ അമ്മയെ ഒന്ന് സ്നേഹത്തോടെ വിമർശിക്കുകയാണ്. അങ്ങനെ ഉള്ള വിമർശനം നേടുന്ന അമ്മമാർ ഒരു കാലത്തും അമ്മൂമ്മമാരാകില്ല. ഒരുപക്ഷെ സാങ്കേതികമായ അമ്മൂമ്മമാരാകുമ്പോഴും തല കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അമ്മൂമ്മമാരാകുന്നില്ല എന്ന വിമർശനം കൂടി അവർ നേരിടുന്നുണ്ട്. വീണ അതിനെ എങ്ങനെ കാണും?
തീർച്ചയായിട്ടും ലാലേട്ടാ, നമ്മുടെയൊക്കെ ഒരു പഴയൊരു കൾച്ചർ ട്രഡീഷൻ എടുത്തു നോക്കി നമുക്ക് മനോഹരമായൊരു ജോയിന്റ് ഫാമിലി കൾച്ചറായിരുന്നു നമ്മുടെ. ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നോക്കാനും അതിനെ സ്നേഹിക്കാനും താലോലിക്കാനും അതിന്റെ സന്തോഷവും ദുഃഖവും ഷെയർ ചെയ്യാനും അതിന് കളിക്കാനൊക്കെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് വീട്ടിൽ. പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അച്ഛനും അമ്മയും ഒരു കുഞ്ഞായി ചുരുങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആരുമില്ല സംസാരിക്കാൻ, ഇതിന് ഷെയർ ചെയ്യാൻ ആരുമില്ല. സാർ പറഞ്ഞ പോലെ എന്നെ കുറേയൊക്കെ എൻ്റെ അമ്മൂമ്മ വളർത്തിയൊരു മോളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് വൈകാരികമായിട്ട് ഇപ്പൊ അമ്മയും അമ്മൂമ്മയും രണ്ടുപേരിൽ ആരെ നിർത്തിയിട്ട് വേണമെന്ന് ചോദിച്ചാൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് രണ്ടുപേരും ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എൻ്റെത്. അപ്പോൾ ശരിക്കും നമ്മുടെ ഇമോഷൻസ് ഏറ്റവും നന്നായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന രണ്ട് വ്യക്തികളാണ് നമ്മുടെ അമ്മയും അമ്മൂമ്മയും. പക്ഷെ ഇവർ രണ്ടുപേരും ഇല്ലാത്തൊരു സാഹചര്യം ഈ പല അമ്മൂമ്മമാരെയും നമുക്ക് അറിയുന്ന ഗ്രാൻഡ് പേരൻസ് പോലും ഉണ്ട്. പക്ഷെ ഒരു കുട്ടി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരെ അങ്ങ് സെപ്പറേറ്റ് ചെയ്യും. പിന്നെ ഒരു കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊരു സെർവൻറ്റിനെ വെച്ച് കുഞ്ഞിനെ വളർത്തിക്കൊള്ളണം, ജോലിക്ക് പോയിക്കൊള്ളണം, വീട് മാനേജ് ചെയ്യണം. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ നൽകുന്നില്ല. നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പല അമ്മൂമ്മമാരും പല അമ്മമാരും ബോധപൂർവമായിട്ട് ചെയ്യുന്ന ഇത്തരം തീരുമാനങ്ങളോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല. ശ്രീ ജഗദീഷ്, അതായത് എന്തൊക്കെയാണ് കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് അമ്മയുടെ ഈ തിരക്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ അവസരങ്ങൾ പുതിയ രൂപത്തിലേക്ക് മാറുമ്പോൾ എന്ന ചർച്ചയും കൂടിയാണ് ഇവിടെ എത്തിയത്. പക്ഷേ ശ്രീ ജഗദീഷ് മറ്റൊരു ആംഗിളിൽ തന്നെ കാണുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. അതായത് അമ്മയ്ക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്നു ഇന്നത്തെ കുട്ടികളിൽ നിന്ന്, അതിന് കാരണം ആര്, ഉത്തരവാദി ആര്? മദ്യപിച്ച് വരുന്ന അച്ഛന്മാരാണോ അതോ മറ്റ് ജീവിത സാഹചര്യങ്ങളാണോ എന്ന് ഒരു ചിന്ത കൂടി വേണ്ടേ? അമ്മയ്ക്ക് എന്ത് നഷ്ടപ്പെടുന്നു? എന്തുകൊണ്ട് അമ്മ ഈ വൃദ്ധസദനത്തിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും വലിച്ചെറിയപ്പെടുന്നു, ഉപേക്ഷിക്കപ്പെടുന്നു? അല്ല, അതിന്റെ ഒരു കാര്യം, മാൻ ഈസ് നോൺ ബൈ ദ കമ്പനി ഹി കീപ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് ചുറ്റും നമ്മൾ ഇടപഴകുന്നത് നല്ല കുട്ടികളുമായിട്ടാണെങ്കിൽ നമ്മുടെ അമ്മമാരോട് നമുക്ക് കൂടുതൽ ആദരവുണ്ടാകും, സ്നേഹം ഉണ്ടാകും. നേരെ മറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ, ഈ അമ്മയിലൊന്നും കാര്യമില്ല, അച്ഛനിലൊന്നും കാര്യമില്ല, പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞിരുന്നാൽ അതിലൊന്നും ആ സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്നിടത്താണ് താളപ്പിഴകൾ ഉണ്ടാവുന്നത്. ഇവിടെ അമ്മമാരും മക്കളുടെ പുതിയ ഒരു എന്താ പറയാ ജനറേഷന്റെ അവരുടെ ടേസ്റ്റുകളോടൊത്ത് അമ്മമാർക്കും നിൽക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം പരിമിതികളുണ്ട്. അമ്മമാര് മോനെ നീ മാമ്പഴ പുളിശ്ശേരി കഴിക്കണം എന്ന് നിർബന്ധിക്കാൻ ഇന്നത്തെ കാലത്ത് പറ്റില്ല. അവന് ചിലപ്പോൾ വേണ്ടത് ഫ്രൈഡ് റൈസ് ആയിരിക്കും, അമ്മ കഴിച്ചോളൂ അല്ലെങ്കിൽ അമ്മൂമ്മ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് വേണം. ഇവിടെ പലപ്പോഴും ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുമെങ്കിൽ പോലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ അമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ അവന് ഇഷ്ടം ഫ്രൈഡ് റൈസ് ആണ്, അത് ഞാൻ എവിടുന്നെങ്കിലും വാങ്ങിക്കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചു എന്ന് പറയുന്നിടത്താണ് അമ്മയുടെ വലിയ മനസ്സ്. അതേപോലെ മകനും അമ്മൂമ്മയ്ക്ക് ഇഷ്ടം മാമ്പഴ പുളിശ്ശേരിയാണ്, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാൽ പോലും അമ്മൂമ്മയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ കുറച്ചെടുത്ത് കഴിക്കുന്നതായിട്ട് അഭിനയിക്കും എന്ന് പറയുന്നിടത്താണ് ആ സ്നേഹം. അത് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഇവിടെ അമ്മ അതൊന്നും ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നിടത്തല്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ മാനസികമായി സന്തോഷിപ്പിക്കാം. അത് വെറും അഭിനയമായിട്ടല്ല ഞാൻ പറയുന്നത്, മനസ്സിൽ നിന്നും വരണം. അമ്മയോടുള്ള സ്നേഹം അത് മനസ്സിൽ നിന്നും അമ്മമാർക്കും അതേപോലെ മക്കളോട് തോന്നണം. ആ ബന്ധം ശ്രീ ജഗദീഷ് നഷ്ടപ്പെട്ടതിന് ഒരു ഉത്തരവാദി, ഒരു കാരണം, അതായത് പണ്ട് അറിയാമല്ലോ, ഒരുപക്ഷെ അമ്മൂമ്മമാർ അല്ലെങ്കിൽ അമ്മ പോലും ശ്രീ ജഗദീഷിനെ പോലെയുള്ളവർക്ക് പറഞ്ഞു തന്നിരുന്ന കഥകളുണ്ട്, കൂടുതൽ സമയം അടുത്ത് വന്നിരുന്ന് വലിയ ഗുണപാഠങ്ങൾ നൽകിയിരുന്നു. ഇന്ന് അത് ഒന്നുകിൽ അമ്മയ്ക്ക് അത് അറിയില്ല, അതല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യം കൂടുതൽ സൂപ്പർമാനോ മറ്റെന്തെങ്കിലും കഥാപാത്രങ്ങളുടെ മുമ്പിൽ, ടെലിവിഷന് മുമ്പിൽ ഇരിക്കാനാണ് എന്നുള്ളത് പ്രശ്നമല്ലേ? അത് ഒരു പരിധിവരെ പ്രശ്നമാണെന്നേ പറയാൻ പറ്റൂ. കാരണം വീട്ടില് ഗൃഹനാഥൻ എന്ന് പറയുമ്പോൾ അച്ഛൻ തന്നെ മക്കളോട് പറയണം, മോനെ പരീക്ഷ എഴുതാൻ പോവാണ്, അമ്മൂമ്മയോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോ, അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോ എന്ന് പറയേണ്ടത് അച്ഛനാണ്, വീട്ടിലെ ഗൃഹനാഥനാണ്. അല്ലെങ്കിൽ വീട്ടിലെ അമ്മ മുത്തശ്ശിയോട് അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകണം. ആ ഒരു കൾച്ചർ ഞങ്ങൾ പിന്തുടർന്ന് പോകുന്നിരുന്ന കൾച്ചർ ഇതാണ്. അതിനനുസരിച്ച് നീയും കൂടെ അത് ഫോളോ ചെയ്താൽ നന്നായിരിക്കും. അതിന്റെ അനുഗ്രഹവും ഐശ്വര്യവും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൊക്കെ വലിയ കാര്യങ്ങളുണ്ട് മോനെ, അവരുടെയൊക്കെ പ്രാർത്ഥനയ്ക്ക് നിനക്ക് നല്ല റിസൾട്ട് നൽകാൻ കഴിയും എന്ന് പറയുന്നതിലൂടെ ഇവന്റെ മനസ്സിനെ അത് സ്വാധീനിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ചിന്തകളിൽ ആൾ പറയുന്ന പോലെ കുറേയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് എന്റെ മദ്യപാനമായിരിക്കാം, ചിലപ്പോൾ പിന്നെ ഈ ഓഫീസിലെ ടെൻഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലുള്ള ടെൻഷൻ ആയിരിക്കാം. ഇതൊക്കെ എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ നാഥൻ ക്ഷേമം ഒന്നും അന്വേഷിക്കാനൊന്നും സമയമില്ല, എനിക്ക് 100 കൂട്ടം ടെൻഷനാ എന്ന് പറയുന്നിടത്ത് അവിടെ സ്വാർത്ഥതയാണ് വരുന്നത്. സ്വാർത്ഥത മാറ്റിയാൽ തന്നെ മെച്ചപ്പെട്ട കുടുംബ ജീവിതം ഉണ്ടാവും, അവിടെ അമ്മമാർക്ക് സ്ഥാനം ഉണ്ടാവും. നമ്മൾ സ്വാർത്ഥരാകുമ്പോഴാണ് എന്റെ ലൈഫ്,
എന്റെ ടേസ്റ്റ്, എന്റെ ആഹാരം, എന്റെ വസ്ത്രം, എന്റെ കൂട്ടുകാർ, അത് വിട്ടിട്ട് നമ്മുടേത് എന്നുള്ളൊരു ചിന്ത വരുമ്പോ അവിടെ അമ്മമാർക്ക് സ്ഥാനം ഉണ്ടാവും. യാതൊരു സംശയമില്ല. സ്വാർത്ഥതയാണ് ഇന്ന് തടസ്സമായി നിൽക്കുന്നത്, ജീവിത രീതിയല്ല. അവനവന്റെ സ്വാർത്ഥത എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ട് ആ കയറി വന്ന ആ പടികളൊക്കെ വിസ്മരിക്കുക എന്ന് പറയുന്നിടത്താണ് നമുക്ക് ശ്രുതി വന്നിരിക്കുന്നത്. ശ്രീ ജഗദീഷ്, ഒരു ഓർമ്മ കൂടി അങ്ങേക്ക് ഒന്ന് ഓർത്തെടുക്കാമെങ്കിൽ ഡോക്ടർ ജോർജ് ഓണക്കൂറിലേക്കും ഒക്കെ വരുന്ന ചോദ്യം അത് തന്നെയാണ് ഇനിയിപ്പോൾ. അതായത് സ്വന്തം അമ്മയുടെ, നമ്മളെല്ലാം വിമർശനപരമായിട്ടും കൂടി കുറച്ച് കണ്ടു. ഇനി നമുക്ക് കുറച്ച് ഈ ദിനത്തിൽ, മാതൃദിനത്തിന്റെ പ്രസക്തിയിൽ അമ്മയെ ഒന്ന് നന്നായി തന്നെ ഓർക്കാം. അങ്ങനെയാണെങ്കിൽ എന്തോർക്കുന്നു ഇപ്പോൾ? ആ പണ്ട് അമ്മയുടെ ഏത് മുഹൂർത്തമാണ് ശ്രീ ജഗദീഷ് ഇപ്പോൾ ഓർക്കുന്നത്? ഏത് ദിവസം? ഇന്നൊരു ദിവസം ജഗദീഷ് രാത്രി ആ വേദനയോട്, സുഖമുള്ള വേദനയോടുകൂടി തന്നെ കിടന്നുറങ്ങൂ. എന്തോർക്കും? ഞങ്ങളോട് എന്ത് പറയും? ലാൽ, നല്ല ചോദ്യമാണ്. അതായത് എന്റെ അമ്മ എന്ന് പറയുമ്പോൾ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരുപാട് വർഷം ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു, കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അപ്പൊ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പൊ വീട്ടില് ഒരു നോട്ടീസ് കൊടുക്കാതെ 10 കൂട്ടുകാരുമായിട്ട് ചേർന്നാലും എന്റെ അമ്മ അപ്പൊ തന്നെ ഒരു 3-4 കറികളുമായിട്ട് നല്ല ഗംഭീരമായിട്ടുള്ള ചോറും അങ്ങനെ ആഹാരം തയ്യാറാക്കുമായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ ചോദിക്കും, ഇത് എങ്ങനെയാ സാധിക്കുന്നത്? ഇന്നത്തെ പോലെ മൊബൈൽ ഫോണില്ല, എനിക്ക് ലാൻഡ് ഫോണും ഇല്ല. അന്ന് പെട്ടെന്ന് കയറി ചെല്ലുകയാണ്. അങ്ങനെയുള്ള ആ അമ്മ എന്തെല്ലാം പരീക്ഷാ ദിവസങ്ങളിൽ വെളുപ്പിന് കാപ്പിയിട്ട് തരിക, പരീക്ഷ ദിവസങ്ങളിൽ വരുമ്പോ കാത്തു നിൽക്കുന്ന അമ്മ. അതേപോലെ ഇന്ന് മനസ്സിൽ കുറ്റബോധമായിട്ട് എനിക്ക് തോന്നുന്ന പലപ്പോഴും, ഞാൻ ഈ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ട് വീട്ടിൽ വരുമ്പോ, ഇന്ന് നീ എന്താ അവതരിപ്പിച്ച മോണാക്കി, അത് മോണാക്കി ഇന്നതാണ്, അത് നീ എന്റെ മുന്നിൽ ഒന്ന് കാണിക്ക എന്ന് പറയുമ്പോ അവിടെ എനിക്കൊരു ജാള്യത ഉണ്ടായിരുന്നു. അമ്മ അതൊന്നും ശരിയാവില്ല, ഞാൻ കാണിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. ഇന്ന് മനസ്സിൽ എനിക്കത് വിഷമമുണ്ട്. അമ്മ അന്ന് കാണിച്ചിരുന്നെങ്കിൽ. ഞാൻ ഇന്ന് സിനിമ നടനായി എന്നെ കാണുന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് എന്റെ അമ്മയായിരുന്നു. എന്റെ അച്ഛൻ ഒരു ഹെഡ് മാസ്റ്ററാണ്. അദ്ദേഹത്തിന്, എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ സന്തോഷം. എന്റെ അമ്മയ്ക്ക് അതല്ല. അമ്മ കൂടുതൽ സന്തോഷിക്കുമായിരുന്നു. ഞാൻ സിനിമ നടനായി മാറുന്നത് കാണാൻ എന്റെ അമ്മ ഇല്ലല്ലോ എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ഈ എന്റെ സ്ക്രീനിലെ പ്രസൻസ്, എന്റെ അപ്പിയറൻസ് ഒക്കെ അത് സരസമായി അതിനെക്കുറിച്ച് അസസ് ചെയ്ത് വിമർശിച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരാൻ അമ്മയില്ല എന്നുള്ളത് എൻ്റെ എക്കാലത്തെയും ദുഃഖമാണ്. ശ്രീ ജഗദീഷ് ഇപ്പോൾ പറഞ്ഞപ്പോൾ നമുക്ക് പകർന്നു കിട്ടിയ, നമ്മുടെ ഓരോരുത്തരുടെയും കണ്ണിൽ നനഞ്ഞ ഒരു നനവുണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത, അല്ലേ ഡോക്ടർ ജോർജ് ഓണക്കൂർ? എന്താണ് ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ അമ്മയെ ഇപ്പോൾ ഓർക്കുമ്പോൾ? അമ്മ അനുഭവം. അതെ, അമ്മ അനുഭവം. എൻ്റെ അമ്മ ഒരു പാവമായിരുന്നു. എന്നെ പ്രസവിക്കുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് 16 വയസ്സേ ഉള്ളൂ. നാട്ടിൻപുറത്തൊരു പഴയ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടൊരു ചെറിയ പെൺകുട്ടി പ്രസവിച്ച ഒരു മകൻ ഏറ്റെടുത്തത് മുഴുവൻ ഗ്രാൻഡ് മദറാണ്, അച്ഛമ്മയാണ്. എൻ്റെ അച്ഛമ്മയായിരുന്നു വീട്ടിലെ ഒരു നിയന്ത്രിച്ചിരുന്ന ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. ആ മടി കിടന്നിട്ടാണ് ഞാൻ വളർന്നത്. പാല് കുടിക്കാൻ മാത്രമേ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ പോകുമായിരുന്നുള്ളൂ. എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗ്രാൻഡ് മദറാണ്. ഒരു ഘട്ടത്തിൽ എൻ്റെ അച്ഛൻ പറഞ്ഞു, യവനിനി കോളേജിലൊന്നും പോയി പഠിക്കണ്ട, 10 ക്ലാസ് വരെ പഠിച്ചാൽ മതി. എൻ്റെ അന്നത്തെ ഒരു നല്ല നടപ്പ് ആവശ്യമായിരുന്ന ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഇച്ചിരി വിപ്ലവമൊക്കെ കൂടുതൽ കയറി നിന്നൊരു വിദ്യാർത്ഥി ജീവിതമാണ്, സ്കൂൾ ജീവിതമാണ് എൻ്റേത്. എൻ്റെ അച്ഛൻ പറഞ്ഞു, അവനെ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിപ്പിച്ചിട്ട് ബോംബെക്ക് അയക്കാം, അന്നത്തെ ഒരു രീതി അനുസരിച്ച്. കോളേജ് വിട്ട് വഷളാക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലാത്ത എൻ്റെ അച്ഛമ്മയാണ് പറഞ്ഞത്, അവനെ കോളേജിൽ വിട്ട് പഠിപ്പിക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ല പൈസ തരില്ല. അപ്പം അമ്മ പറഞ്ഞു, അമ്മയ്ക്ക് ഇച്ചിരി സ്വർണ്ണാഭരണമൊക്കെ കുടുംബസ്വത്തായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് വിറ്റാണെങ്കിലും അവനെ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛമ്മയാണ്. എൻ്റെ ഓരോ എഴുത്തും അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് ഞാൻ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷൊന്നും അറിയില്ല, പക്ഷേ ഇംഗ്ലീഷ് പുസ്തകമാണെങ്കിൽ പോലും ഉറക്കെ വായിക്കണമെന്നും അത് മലയാളത്തിൽ അതിൻ്റെ ആശയം പറഞ്ഞു കൊടുക്കണമെന്ന് നിർബന്ധിച്ചത് എൻ്റെ മുത്തശ്ശിയാണ്. എൻ്റെ പുസ്തകങ്ങൾ മാറോട് ചേർത്ത് വെച്ചുകൊണ്ട് നടന്ന മുത്തശ്ശിയെ ഞാൻ ഓർക്കുന്നുണ്ട്. അവസാനം അന്തിമ സമയത്ത്, ഞാനിവിടെ തിരുവനന്തപുരത്താണ്, വീട് കൂത്താട്ടുകുളത്താണല്ലോ, അപ്പോൾ എന്നെ ഒന്ന് കാണണം എന്ന് മുത്തശ്ശി ആവശ്യപ്പെട്ടു. എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അമ്മ പറയുന്നു നിന്നെ കാണണമെന്ന്. വെറുതെ പറയുന്നതാണ്, നിന്നെയല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്നോട് ചോദിച്ചു. പക്ഷേ അമ്മ അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബസ്സിൽ കയറി നാട്ടിൽ ചെന്നു. അമ്മ നടക്കുക, വലിയ കുഴപ്പമൊന്നുമില്ല. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മടിയിൽ കിടന്നു. ഞാൻ കൊടുത്ത് വെള്ളം കുടിച്ച് എൻ്റെ മടിയിൽ കിടന്നിട്ടാണ് എൻ്റെ അച്ഛമ്മ മരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൻ്റെ സ്വപ്നം ഞാനായിരുന്നു സത്യത്തിൽ. അത് കണ്ടിട്ട് അമ്മ മരിച്ചു. എനിക്ക് ഭയങ്കര ഒരു വല്ലാത്തൊരവസ്ഥ ഇപ്പോഴും ഞാൻ ആലോചിക്കുമ്പോൾ. എൻ്റെ വീട്ടിൽ
ലാല് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന പടം എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശിയും അല്ലെങ്കിൽ എൻ്റെ അച്ഛമ്മയും ഞാനും കൂടെ ഇരിക്കുന്നൊരു പടം ആണ് എൻ്റെ വീട്ടിൽ കയറി വരുമ്പോൾ ആദ്യം കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ പടം വെക്കാനല്ല, എൻ്റെ അമ്മയുടെ മകനായിട്ട് വളരുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛനും അതുകൊണ്ട് ആ ഒരു വീട്ടിലൊരു ബന്ധം, അച്ഛൻ, മുത്തശ്ശി, അമ്മ, ഞങ്ങൾ മക്കൾ, ഈ നിലകളിലൊക്കെ ഒരു ബന്ധമുണ്ടായിരുന്നു. വീട് ഭാഗം വെച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് സ്വത്തുള്ളത് ഭാഗം വെച്ചപ്പോഴത്തേക്ക് ഒരു നല്ല സ്ഥലം എനിക്ക് എൻ്റെ അച്ഛൻ എഴുതി വെച്ചു. അപ്പോൾ എൻ്റെ അനിയന്മാർ ചോദിച്ചു, അപ്പോൾ അവർ കേൾക്കുന്നുണ്ടോ ഇത്, എന്തിനാ ജ്യേഷ്ഠൻ തിരുവനന്തപുരത്തല്ലേ, എന്തിനാ ഇത്രയും കൊടുക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് അവൻ ഇന്ന സ്ഥലം കൊടുക്കണമെന്ന്. എന്ന് വെച്ചാൽ എനിക്കും എൻ്റെ തലമുറകൾക്കും എന്താണ് സംഭവിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വരെ ഭാഗധേയം എഴുതി വെച്ചൊരു മുത്തശ്ശിയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്ക് അമ്മ എന്ന് പറഞ്ഞാൽ വിസ്മരിക്കാൻ സാധിക്കില്ല, വികാരമാണ്. വീണ ഒരു വളരെ പ്രതിസന്ധിയുള്ള ഒരു ഘട്ടമാണ് വീണയ്ക്ക്. അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, അതുകൊണ്ട് തന്നെ ആണ് അമ്മയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് കൊച്ചു പിള്ളേരോട് ചോദിക്കുമ്പോൾ കിട്ടുന്ന ചില ഉത്തരങ്ങളുണ്ട്. ലാലേട്ടാ, എനിക്ക് പറയാനുള്ളത്, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോഴേ അച്ഛൻ പുറത്താണ്, ബഹ്റിനിലായിരുന്നു കുറേ വർഷങ്ങൾ, ഇപ്പോൾ ദുബായിലാണ്. അപ്പോൾ അച്ഛനെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു 1.5 വർഷം കൂടുമ്പോൾ ഒരു 6-7 മാസം നാട്ടിൽ കാണും. എയർപോർട്ടിൽ അച്ഛനെ കൊണ്ടുവിടാൻ പോകണം, അങ്ങനത്തെ ഒരു ചിന്തയാണ്. അപ്പോൾ പലപ്പോഴും കുഞ്ഞുനാളിലെ വളർന്നു കഴിയുമ്പോഴേ അമ്മ പറയുന്നത് എന്നെ സ്നേഹിക്കേണ്ട അച്ഛനെ സ്നേഹിക്കൂ എന്നാണ്. അപ്പം ഞാൻ അച്ഛനെ സ്നേഹിക്കുമോ അമ്മയെ സ്നേഹിക്കുമോ? അച്ഛനും അമ്മയ്ക്ക് അമ്മയും വേണം. കാരണം നമുക്കിപ്പം വലത് കൈയും ഇടത് കൈയും പോലെയാണ്, രണ്ടിൽ ഏത് കൈ പോയാലും നമുക്ക് അതിൻ്റെതായ ലോസാണ്. പക്ഷേ ഇന്ന് മാതൃദിനമാണ് വീണ, ഇവിടെ അമ്മയ്ക്കൊരു ദിവസം കൊടുക്കണ്ടേ? ഒരു 2 ഉമ്മ കൂടുതൽ അമ്മയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ട ദിവസമല്ലേ? അച്ഛൻ അവിടെ ക്ഷമിക്കും. അത് അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മയോട് പറയാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് എന്ത് എന്നാണ്? അല്ല ലാലേട്ടാ, ഇതിനകത്തുള്ളൊരു സംഭവം, ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ അമ്മയാണ് കൂടുതൽ ഇഷ്ടം, അച്ഛനെ അല്ല ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അതിലായിരിക്കും പരിഭവിക്കുന്നത്. അതാണ്, അത് വലിയ കാര്യമാണ് ഡോക്ടർ ജോർജ് ഒണക്കൂർ. അമ്മയുടെ ഈ ത്യാഗം, അതാണ് നമ്മൾ എപ്പോഴും എടുത്ത് പറയുന്നത്. പക്ഷേ ഈ അമ്മ തന്നെയല്ലേ അമ്മായി അമ്മയാവുന്നത്? അത് മരുമകളും ശരിയാണ്. പക്ഷെ വീണയ്ക്ക് നല്ല അഭിപ്രായമാണ് തോന്നുന്നത്. അമ്മായിയമ്മയെ കുറിച്ച് നല്ല അഭിപ്രായമാണ് വീണ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളൂ, അല്ലേ? അങ്ങനെയല്ലേ? അതായത് വെച്ചാൽ അതൊക്കെ പണ്ടാണ് ഈ അമ്മായിയമ്മയുടെ ഒരു ദ്രോഹം മരുമകളോട്, മരുമകൾ അമ്മായിയമ്മയെ തിരിച്ചറിയാത്ത അവസ്ഥ എന്നൊക്കെ പറയുന്നത്. എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇൻലോസ് തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഒരു വീട്ടിൽ 2 ആൺമക്കളോ 4 ആൺമക്കളോ ഉണ്ടെങ്കിലത്തേക്ക് അവരുടെ ഭാര്യമാർ തമ്മിലുള്ള അവകാശ തർക്കങ്ങളിലൊക്കെയാണ് ഈ പലപ്പോഴും അതിലൊരു പക്ഷം ചേരുക അമ്മ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ എനിക്ക് തോന്നുന്നത് അമ്മ സ്നേഹമയിയാണ്. മകനെ സ്നേഹിക്കുന്ന അമ്മ മരുമകളെ അവഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മരുമകൾ അതുപോലെ തിരിച്ച് താൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ബോധത്തോടു കൂടി ഈ അമ്മായിയമ്മയെ അമ്മയായിട്ട് സ്വീകരിക്കാൻ തയ്യാറായാൽ, എല്ലാം ഈ പറഞ്ഞതുപോലെ ജഗദീഷ് മുമ്പേ പറഞ്ഞില്ലേ, സ്വാർത്ഥത എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വേണം, ഞാനാണ് ശരി എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പ്രത്യേകിച്ചും വിദ്യാഭ്യാസമുള്ള കുട്ടികളൊക്കെ അല്ലേ ഈ മരുമകളായിട്ട് വരുന്നത്. വളരെ എളുപ്പത്തിൽ. അത് ഇന്നത്തെ സാഹചര്യമാണ്. ഒരുപക്ഷെ മുമ്പ് അതൊന്നും അല്ലാത്തത് കൊണ്ടാണോ? സാഹചര്യങ്ങളുടെ കുഴപ്പം, വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നം, ഇതൊക്കെയാണോ കുഴപ്പം? കുറച്ചൊക്കെ സ്വാർത്ഥതയുടെ പ്രശ്നമുണ്ട്, അറിവില്ലായ്മയുണ്ട്. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ ഏറെയും അവസരങ്ങൾ കുറവാകുമ്പോൾ, അല്ലെങ്കിൽ സമ്പത്ത് മാത്രമല്ല, കാരണം അത് കുറവായിരിക്കുമ്പോഴേക്ക് ഉള്ളൊരു ചെറിയ വിലപേശലിൻ്റെ ഒരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ശരിക്ക് അമ്മയും മക്കളും തമ്മിലും മരുമക്കളും തമ്മിലൊക്കെ അകലാൻ കാരണം എന്ന് പറയുക. അത് വിട്ടുകൊടുക്കാനുള്ള ഒരു ത്യാഗത്തിൻ്റെ ഒരു ചെറിയ അംശം പോലും നമ്മുടെ മനസ്സിലില്ല എന്നുള്ളത്. അതൊരു സ്നേഹത്തിൻ്റെ കൂടുതൽ കൊണ്ടാണോ? അല്ല, അമ്മയ്ക്ക് വേണ്ടി ത്യാഗം സഹിക്കാൻ മക്കൾ തയ്യാറാവണം. പറയണം ഭാര്യയോട്, എൻ്റെ അമ്മയാണ്, എന്നെപ്പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരി എൻ്റെ അമ്മയെ നീ നോക്കണം, കാരണം നീ അമ്മയുടെ മകളായിട്ട് വന്നിരിക്കുന്നു എന്ന് ഭർത്താവ് ഭാര്യയോട്, ഈ നവവധുവിനോട് പറഞ്ഞു കൊടുക്കണം. പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് അമ്മമാരാണ് ശരിക്ക് ആൺമക്കളോട് പറയുന്നത് ഈ മരുമകളെ ശരിക്കും നോക്കുന്നതിനെക്കുറിച്ച്. ശ്രീ ജഗദീഷിനെ നമുക്ക് ഇപ്പോൾ ഒന്ന് വിടുവിക്കാം. അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുണ്ടായിട്ടും നിൽക്കുകയാണ്. എന്നാലും അദ്ദേഹത്തിന് ഇപ്പോൾ ഈ കേട്ടതിൽ നിന്നൊക്കെ ഒരുപാട് പ്രതികരിക്കാനുണ്ടാവുമെന്ന് എനിക്കറിയാം. എനിക്ക് നേരത്തെ ചോദിക്കണമെന്ന് ശ്രീ ജഗദീഷിനോട് തോന്നിയതും ഒരു കാര്യം, അതായത് അമ്മ ഇത്രയധികം ആഹാരമൊക്കെ ഉണ്ടാക്കി പല കറികൾ ഇട്ട് തരും, കാപ്പി ഇട്ട് തരും, അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഇപ്പോഴും പോയിട്ടില്ല ശ്രീ ജഗദീഷിന് ആ നാവിൻ തുമ്പത്തുണ്ട്. അത് ഒരു കാലത്തും അങ്ങനെ ഒരു ചായയും അങ്ങനെ ഒരു കാപ്പിയും മറ്റൊരു പലഹാരവും പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. ഡോക്ടർ പരിഭവിക്കും എന്ന് തോന്നുമ്പോൾ മാറ്റി പറയുമോ ശ്രീ ജഗദീഷ്? അല്ല, അത് രസകരമാണ്. കാരണം ഇന്നും ഫ്രണ്ട്സ് വന്നാൽ
രമയുടെ അമ്മയും ഒരുപാട് ആഹാരം ഉണ്ടാക്കി തരും. പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, നേരത്തെ വിളിച്ച് പറയണം. അത് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, കാരണം രമ വർക്ക് ചെയ്യാണ്. അപ്പൊ പിന്നെ ഒരു നോട്ടീസും കൊടുക്കാതെ പെട്ടെന്ന് ഞാൻ 10 പേരുമായിട്ട് ചെല്ലുമ്പോൾ രമയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാറുണ്ട്. അത് മനസ്സിലാക്കി ഞാൻ നേരത്തെ, ഇന്ന് മൊബൈലുണ്ട്, നമുക്ക് നേരത്തെ വിളിച്ച് പറയാം, രമ ഒരു 7-8 പേര് വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഉണ്ടായിക്കോളൂ, അല്ലാത്ത നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ടേസ്റ്റിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും എന്റെ അമ്മയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് അതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രമയുടെ തീർച്ചയായിട്ടും ഈ പിന്നെ ഓണക്കൂർ സാർ പറഞ്ഞതുപോലെ ഇവിടെ മാനേജ് ചെയ്യണം നമ്മുടെ വൈഫും വേണം, അമ്മയും വേണം. അപ്പൊ അമ്മയുടെ പ്രാധാന്യം വൈഫിനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതേപോലെ വൈഫ് ആരാണെന്നുള്ളത്, വൈഫിന്റെ സ്നേഹം അമ്മയോട് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് അത് കാപട്യമില്ലാത്ത രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയണം. അത് തീർച്ചയായിട്ടും അതിനുവേണ്ടിയുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം, അതിനുവേണ്ടിയുള്ള ഒരു മനസ്സുണ്ടാവണം. അവിടെ ആരാണ് വലുത്? സ്വന്തം ഈഗോ. ഇപ്പൊ തന്നെ മരുമകൾ വരുന്നു, മരുമകള് അമ്മയോട് കയർത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് ഹാസ്യത്തോടെ അല്ലാതെ നമ്മൾ പറയണം. ഈഗോ എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷന്റെ ചില കുഴപ്പങ്ങളുണ്ട്. അവർ പറയും എന്നെ ഒന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാം. അവിടെ പഠിപ്പിക്കുകയാണെന്ന് തോന്നാത്ത രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നില്ല, ചില കാര്യങ്ങൾ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് അവിടെ ഒരു സാഹിത്യകാരനോ ഒരു കലാകാരനോ പറഞ്ഞ് മനസ്സിലാക്കാൻ പിന്നെ കഴിയുന്നത് പോലെ ചിലപ്പോൾ ഒരു സാധാരണക്കാരന് ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അവന്റെ മനസ്സിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ, അവന്റെ വാക്കുകളിൽ ആത്മാർത്ഥതയിലൂടെ അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ വരണം. ഓണക്കൂർ സാർ പറഞ്ഞ സ്വാർത്ഥത, ഇവിടെ ബ്രദേഴ്സിനെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ത്യാഗത്തിന്റെ എലിമെന്റ് ഉണ്ടെങ്കിൽ ആ ത്യാഗത്തിന് ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ അംഗീകാരം കിട്ടും, ബ്രദേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പൊ അവിടെ നമ്മൾ സ്വാർത്ഥത ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ സ്നേഹമൊക്കെ പങ്കിടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യകാലങ്ങളിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ലൂസർ ആണെന്ന് നമുക്ക് തോന്നും, നമ്മൾ മണ്ടനാണെന്ന് തോന്നും, സമൂഹം വിധി എഴുതും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതല്ല എന്ന തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാകുമ്പോൾ അവിടെ നമ്മുടെ മേന്മ സമൂഹം തിരിച്ചറിയും. അപ്പൊ അവിടെ മനസ്സിന് ഈ അംഗീകാരത്തിന് വേണ്ടിയല്ല, തിരിച്ചറിവിന് വേണ്ടിയല്ല നമ്മൾ ഈ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നത്, എന്നാൽ പോലും അവര് വൈകി തിരിച്ചറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അപ്പോൾ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടാം, അത് അനുഭവങ്ങൾ വരാം. അതൊക്കെ മാറ്റിവെച്ച അമ്മ എന്ന സങ്കല്പം, അമ്മ എന്ന യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഇല്ലാതാവുമ്പോഴാണ് കൂടുതൽ നമ്മൾ അവരുടെ വില മനസ്സിലാകുന്നത്. അങ്ങനെ ഒരു വില വൈകി മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നാൽ ഈ അമ്മ എന്നുള്ളത് ഒരു വലിയ പ്രചോദനമായി നമ്മുടെ ജീവിതത്തിൽ ഒരു ബെറ്റർ ടുമോറോ എന്നുള്ള ആ സങ്കല്പത്തിൽ ഈ അമ്മമാരുടെ സാന്നിധ്യവും അമ്മമാരെ കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ ബഹുദൂരം മുന്നോട്ട് നയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉറപ്പിച്ച് പറയാം, ഇങ്ങനെ ഒരു ചർച്ച തീർച്ചയായിട്ടും കൈരളി പീപ്പിൾ നടത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അത് ഇങ്ങനെ തുറന്ന് പറയുന്ന ഓണക്കൂർ സാറും വീണയൊക്കെ ഇതേപോലെ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എനിക്കും എന്റെ മനസ്സിലുള്ള കുറെ കാര്യങ്ങൾ പറയാൻ അവസരം തന്നതിന് ഞാൻ പ്രത്യേകം നന്ദി പറയാനില്ല. തീർച്ചയായിട്ടും വളരെ വളരെ സന്തോഷമുണ്ട്. ശ്രീ ജഗദീഷിന് വേണമെങ്കിൽ ഇപ്പം ശ്രീ ബാലചന്ദ്ര മേനോൻ കൂടി നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് കേൾക്കാവുന്നതാണ്. ശ്രീ ബാലചന്ദ്ര മേനോൻ എന്താണ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് എന്നുള്ളത്. ശ്രീ ബാലചന്ദ്ര മേനോൻ, അമ്മയാണ് സത്യം, അതാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്. ആ വാക്കുകൂടി അവിടെ ഉൾപ്പെടുത്തണം എന്നുള്ളതുകൊണ്ട് മാത്രം. താങ്കളിപ്പോൾ പുതിയ ചിത്രത്തിൻ്റെ കോസ്റ്റ്യൂം വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബോംബെയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൂടി പ്രേക്ഷകർ അറിയിക്കേണ്ടെന്ന് എന്നോട് പറഞ്ഞെങ്കിൽ കൂടി അമ്മയെ ഓർക്കുമ്പോൾ ഇന്ന് ബോംബെയിൽ നിൽക്കുന്ന ബാലചന്ദ്ര മേനോൻ എന്ത് പറയും? അല്ല, അമ്മയെ ഓർക്കാച്ച അമ്മയാണ് എല്ലാം. നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുമ്പോഴും ഏറ്റവും കൂടുതൽ ദുഃഖം വരുമ്പോഴും നമ്മൾ ഉടനെ പറയുന്നത് എൻ്റെ അമ്മയെന്നാണ്. ആരും ഇതുവരെ എൻ്റെ അച്ഛന്ന് വിളിച്ചു കേട്ടിട്ടില്ല. അപ്പൊ അതിൽ തന്നെ അമ്മ എന്താണെന്നുള്ളതിന്റെ എല്ലാ അർത്ഥവുമുണ്ട്. പിന്നെ വയലാർ രാമവർമ്മ, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന വയലാർ രാമവർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മയെ പറ്റിയിട്ട്, അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഞങ്ങൾ മൺപാതകളായിരുന്നു എന്ന്. അപ്പൊ ആ പ്രായത്തിൽ ആരംഭിക്കുന്ന അമ്മയോടുള്ള രാഘമുഖ്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാവുന്നതല്ല. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാനൊരു മോംസ് എന്നായിരുന്നു, അമ്മയുടെ മകനായിരുന്നു. അപ്പൊ എനിക്ക് അമ്മയുടെ അവസാന കാലഘട്ടങ്ങളിൽ അമ്മയോട് ഒരുപാട് ദിവസങ്ങൾ ഒത്തിരിക്കാനുള്ള പരമമായ ഭാഗ്യം ദൈവം തന്നു എന്നുള്ളത്. എൻ്റെ അമ്മ മരിച്ചു പോയിട്ട് ഇപ്പൊ 2 വർഷമായി. ഈ ദിവസം എൻ്റെ അമ്മ മാത്രമല്ല എല്ലാ അമ്മമാരും ഞാൻ ഉള്ള ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാല് ഈ മദേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്നവരോട് മാനസികമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം അമ്മയൊന്നും ഓർമ്മിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സംസ്കാര ചുതിയാണ് സത്യം പറഞ്ഞത്. ഞാൻ അമ്മയെ എല്ലായിടത്തും കാണാം. ഞാൻ പലപ്പോഴും വൈത്തല ജംഗ്ഷനിലൊക്കെ വണ്ടി നിൽക്കുമ്പോൾ വയസ്സായ സ്ത്രീകൾ വന്ന് കാറിനടുത്ത് നിൽക്കുമ്പോൾ അറിയാതെ എൻ്റെ അമ്മയെ ഓർത്തു. അത് അവരുടെ കണ്ണുകളിൽ ഒരു മാതൃത്വം ഞാൻ കാണും.
അപ്പോ എന്താ പറയുക, ആൾക്കാര് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അറിയാതെ അവരെ സഹായിച്ചു പോകും. അമ്മയാണ് എന്നെ സംബന്ധിച്ച് എന്നല്ല എല്ലാവരെയും സംബന്ധിച്ചും അമ്മ എന്ന വാക്കിന് പകരം വയ്ക്കാൻ മറ്റൊരു വാക്കില്ല എന്നുള്ളതാണ് എന്റെ വിനീതമായ അഭിപ്രായം. ശ്രീ ബാലചന്ദ്ര മേനോൻ, ഇവിടെ ഇപ്പോൾ പലരും ശ്രീ ജഗദീഷും ഡോക്ടർ ജോർജ് ഓണക്കൂറും വീണയും ഒക്കെ അമ്മയെ, അവരുടെ അമ്മമാരെയൊക്കെ ഒന്ന് ഓർത്തു, ഒരു നിമിഷത്തിൽ ഓർത്തു. ഇപ്പോൾ അങ്ങും അത് ഓർത്തുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു നിമിഷം ഇതാ ഈ നിമിഷത്തിലെ എൻ്റെ അമ്മ ഇപ്പം എൻ്റെ മനസ്സിലേക്ക് ഇറങ്ങി വരുന്നു. ആ ചിത്രം ഇതാ, എന്നോട് ഇങ്ങനെ പെരുമാറിയ, എന്നെ അടിച്ച അല്ലെങ്കിൽ എന്നെ തലോടിയ ആ അമ്മ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്താണ് തോന്നുന്നത് ശ്രീ ബാലചന്ദ്ര മേനോൻ? താങ്കൾക്കും ഇന്ന് രാത്രി ഉറക്കം വേണ്ടാന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതല്ല. എനിക്ക് അമ്മയെപ്പറ്റി, എൻ്റെ അമ്മയും ഞാനുമായിട്ട് ബന്ധത്തിൽ നേരത്തെ പറഞ്ഞു. എൻ്റെ അമ്മ ഒരു കാരണവുമില്ലാതെ, അതായത് അസുഖം വന്നിരുന്നപ്പോഴോ അല്ലെങ്കിൽ അല്ലാതുള്ള വികാര വിക്ഷോഭമുള്ളപ്പോഴോ ഒന്നുമല്ല, വെറുതെ ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരുമിച്ചിരുന്ന ഒരവസ്ഥയിൽ ഒരു കാരണവുമില്ലാതെ എൻ്റെ കവിളിൽ പിടിച്ചിട്ട് അമ്മ പറഞ്ഞു, ഓർമ്മേടാ ഇനിയും നീ ജനിക്കുകയാണെങ്കിൽ എൻ്റെ വയറ്റിൽ തന്നെ ജനിക്കണം എന്ന് പറഞ്ഞത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായ ഒരു മകനാണ് ഞാൻ. അപ്പൊ എനിക്ക് എനിക്ക് അതിനപ്പുറം ഒരു എന്താ പറയാ ഭാഗ്യമുള്ള വാക്കുകൾ എനിക്കൊരു മകൻ എന്ന രീതിയിൽ കിട്ടാനില്ല. എനിക്ക് പറയാനുള്ളത്, പലപ്പോഴും എന്നെ വേദനിപ്പിക്കുന്നത് പറയാതെ നിവൃത്തിയില്ല. മൊത്തത്തിൽ എല്ലായിടത്തും നമ്മുടെ അരിയുടെ ഗുണം കുറഞ്ഞതുപോലെ വികാരങ്ങളുടെയും ഗുണം കുറയുന്നുണ്ട്. പക്ഷേ ഇന്നാള് ഞാൻ പത്രത്തിൽ വായിച്ചു, ഗുരുവായൂർ അമ്പലം കാണിക്കാൻ കൊണ്ടുപോകാന്നും പറഞ്ഞ അമ്മമാരെ കൊണ്ടുവന്ന് അവിടെ തള്ളുക എന്നൊക്കെ പറയുന്നത് നമ്മൾ മനുഷ്യർ നാണിച്ച് തലതാഴ്ത്തി നിൽക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതെവിടെ പോയി നമ്മുടെ ഈ നാശം നിൽക്കുമെന്ന് ഓർക്കുമ്പോഴും അമ്മേ എന്ന് വിളിക്കാൻ മാത്രമേ എനിക്ക് സാധിക്കുന്നുള്ളൂ. ശ്രീ ബാലചന്ദ്ര മേനോൻ, അത് ഓർമ്മിപ്പിച്ചതിന്, ആ നിശബ്ദത പോലും വലിയ വാചകങ്ങളാണ് പുറത്തേക്ക് വിടുന്നത്. ഇപ്പോൾ ഈ ഒരു ദീർഘനിശ്വാസം പോലെ ഒറ്റ വാചകത്തിൽ അടുത്ത ചിത്രത്തിൽ ആ അമ്മയുടെ വയറ്റിൽ ഈ ബാലചന്ദ്ര മേനോൻ തന്നെ വേണമെന്ന് പറഞ്ഞതുപോലെ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ട്. ആ പഴയ ചിത്രം തന്ന ബാലചന്ദ്ര മേനോൻ തന്നെ വീണ്ടും വരണേ തിരിച്ച് ഞങ്ങളുടെ മുമ്പിലേക്കെന്ന്. അതിനാലെ എൻ്റെ ഇവിടുത്തെ പ്രേക്ഷകരുടെ അനുഗ്രഹവും അവരുടെ പ്രതീക്ഷയും എപ്പോഴും ഞാൻ എന്താ പറയാ മാനിച്ചുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത ചിത്രവും ഞാൻ മനസ്സിൽ തയ്യാറാക്കുന്നത്. ഒരു രീതിയിലും അവരെ നിരാശപ്പെടുത്തരുത് എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അതിനുള്ള പരമമായ ശ്രമം ഞാൻ എൻ്റെ ഭാഗത്ത് നടത്തുമെന്ന് ഇവിടെ പറഞ്ഞുകൊള്ളട്ടെ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. ശ്രീ ബാലചന്ദ്ര മേനോൻ, തൽക്കാലം ഈ ചർച്ചയിൽ നിന്ന് ശ്രീ ബാലചന്ദ്ര മേനോനെയും ശ്രീ ജഗദീഷിനെയും വിടുതൽ നൽകുകയാണ്. ശ്രീമതി സുഗതകുമാരി ടീച്ചർ കൂടി നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നു. ടീച്ചർ, കഴിഞ്ഞ മാതൃദിനവുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ടീച്ചറുമായിട്ട് സംസാരിച്ചപ്പോൾ ടീച്ചർ ഭയങ്കര നിരാശയിലായിരുന്നു. ഇനി എന്ത് പറയാൻ, ബാക്കി ഒന്നുമില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ടീച്ചർ അന്നും പറഞ്ഞത്. ഇന്ന് ഈ മാതൃദിനത്തിൽ ടീച്ചർ സംസാരിക്കുമ്പോൾ എന്താണ് ടീച്ചർ, കാര്യങ്ങൾ മാറിയിട്ടുണ്ടോ അതോ പഴയ അവസ്ഥയേക്കാൾ മോശമാണോ? എനിക്ക് മക്കളെ ചൊല്ലി ആധി പിടിക്കുന്ന അമ്മമാരെ പറ്റിയാണ് ഇപ്പോൾ പറയാൻ തോന്നുന്നത്. അമ്മമാരുടെ സ്വാസ്ഥ്യത്തെ പറ്റിയോ അവരുടെ ക്ഷേമത്തെ പറ്റിയോ ഒന്നുമല്ല എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. മക്കളെ ചൊല്ലിയുള്ള അവരുടെ ആധി അത് ഞാൻ ഒരുപാട് കാണുന്നു, 4 പാടും കാണുന്നു. അവരെ എങ്ങനെ വളർത്തണമെന്ന് ഇപ്പം അമ്മമാർക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാം തരത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് 4 പാടും എന്നുള്ളത് വിവരണാതീതമാണ്, അത്രയധികമാണ്. ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതൽ ഉള്ള ആ ചുറ്റുപാടിൻ്റെ പ്രഷർ, അതികഠിനമായ സമ്മർദ്ദം, അവരുടെ പഠിത്തം തൊട്ട് അവരുടെ വേഷം തൊട്ട് അവരുടെ സുരക്ഷിതത്വം എന്ന് പറയുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം തൊട്ട് എല്ലാ കാര്യങ്ങളിലും അമ്മമാർക്ക് ഇന്ന് ആധിയാണ്. ഞാൻ ഒരുപാട് അമ്മമാരെ കാണാറുണ്ട്, ഒരുപാട് കുട്ടികളെ കാണാറുണ്ട്. ഈ അഭയം എന്നുള്ള ഈ ഒരു സംഘടനയുടെ കീഴിൽ ഒരുപാട് കുട്ടികളുണ്ട്, പ്രശ്നങ്ങളുമായിട്ട് വരുന്ന അമ്മമാരുണ്ട്. ഇവർക്കൊക്കെ പറയാനുള്ളത് മക്കളെ പറ്റിയാണ്. ഞാൻ ഈയിടെ ഒരു ക്യാമ്പിന് പോവുകയുണ്ടായി, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉള്ളൊരു ക്യാമ്പ്, 7, 8, 9 ക്ലാസ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ ക്യാമ്പിൽ? ഇവിടെ ഇപ്പോൾ കഥ പറച്ചിലുണ്ട്, കളിയുണ്ട്, കോമ്പറ്റീഷൻസ് ഉണ്ട്, ഒളിച്ചു കളിയുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ, നാടകമുണ്ട്, ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു വലിയ വിഷമം ഉണ്ടെങ്കിൽ എന്നോട് പറയും. ഇപ്പോൾ ടീച്ചർമ്മ കഥ പറയണം, പാട്ട് പാടണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും എന്നോട് പറയും. കുട്ടികൾ ആദ്യം ഒന്നും മിണ്ടില്ല. കുറച്ച് കഴിഞ്ഞൊരു 8 വയസ്സുള്ള കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛൻ എന്നെ എപ്പോഴും അടിക്കും. എന്തിനാ മോനെ അടിക്കുന്നത്? എനിക്കറിഞ്ഞുകൂടാ, പഠിക്കുക പറഞ്ഞിട്ട് അടിക്കും. ഞാൻ ചോദിച്ചു, അച്ഛൻ പഠിപ്പിക്കാറുണ്ടോ? ഇല്ല. അച്ഛൻ പഠിത്തം ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല.
പിന്നെ എന്തിനാ മോനെ അടിക്കുന്നത്? ചുമ്മാ അടിക്കും. ഞാൻ ചോദിച്ചു, മോന് വിഷമം തോന്നരുത്, അച്ഛൻ കുടിച്ചിട്ടാണോ വരുന്നത്? അതെ, എന്നെ മാത്രമല്ല എൻ്റെ അമ്മയും അടിക്കും. ഇത്രയും പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു പിടിക്കും. യെസ് ടീച്ചർ, അത് വ്യക്തമാകുന്നുണ്ട്. അത് ടീച്ചറെ എപ്പോഴും ആവശ്യപ്പെടുന്ന ഒറ്റ കാര്യം അത് തന്നെയാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് അവിടെ ഒന്ന് ഇടപെട്ടത്. ടീച്ചർക്ക് കുറച്ചുകൂടി സമയം അവിടെ തരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ഡോക്ടർ ജോർജ് ഓണക്കൂർ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്ന് കുടുംബങ്ങളിലെ അമ്മമാർ നേരിടുന്ന ഒരുപക്ഷെ പഴയ കാലമാണ് ഇത്തരം കഷ്ടതകൾ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ പോലും ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തത ഉണ്ടാകുന്നുണ്ടോ? ഇതുപോലെ ഒരുപക്ഷെ ആ ക്യാമ്പിൽ പങ്കെടുത്ത മിക്കവാറും കുട്ടികളുടെ അച്ഛനമ്മമാർ നേരിടുന്ന പ്രശ്നം ഇത്. അച്ഛൻ ഇതുപോലെ മദ്യപാനത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുന്നു. ഇങ്ങനെ നിരാശ ബാധിച്ച് വേദനിച്ച് കഴിയുന്ന അമ്മമാർ, ആ അമ്മമാരെ കുറിച്ച് ഓർക്കാൻ ഇതാ നമുക്കിങ്ങനെ ഒരു ദിവസം. ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം മദ്യപാനം പടർന്നു പിടിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. കുഞ്ഞുങ്ങൾ അതിൻ്റെ വിപത്തുകളുടെ നടുവിൽ വീണ് കഴിയുക ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ദിവസത്തിൽ വാസ്തവത്തിൽ പ്രാർത്ഥിക്കാനും ആശംസിക്കാനുമുള്ളത് ഈ സ്ത്രീകളുടെ ഒരു സുരക്ഷിതത്വം. അവൾ അമ്മയാണ് എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് അവരുടെ വിഷമതകൾ തിരിച്ചറിയാനും അത് പരിഹരിക്കാനുമുള്ളൊരു ശ്രമം സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാം. അവരെ അനാഥശാലയിലോ അല്ലെങ്കിൽ അഗതി മന്ദിരത്തിലോ കൊണ്ട് തള്ളുന്ന ഒരവസ്ഥ ഒഴിവാക്കി മക്കളും അമ്മമാരും തമ്മിലുള്ള ഒരു റാപ്പോ ഒന്നുകൂടി ഒന്ന് ബലപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ ചിന്തകൾ സഫലമായി തീരട്ടെ എന്നാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ സമയപ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ വീണയും ഇതെങ്ങനെയാണ് 1 മിനിറ്റിൽ ഇത് അവസാനിപ്പിക്കുക, 1 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ഇതിനോട് കൂട്ടിച്ചേർക്കുക. അതെ ലാലേട്ടാ, ഞാൻ ഒരു വിവാഹിത എന്നുള്ള നിലയിൽ കൂടി എൻ്റെ ഒരു ഒബ്സർവേഷൻ വെച്ചിട്ട് ഞാൻ പറയാം. പലപ്പോഴും പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഒരു പുരുഷനാണെങ്കിൽ അവൻ കല്യാണം കഴിച്ച് കഴിയുമ്പോഴാണ് കൂടുതലായി പേരൻസുമായിട്ട് ക്രമേണ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ഒരു ഭാഗത്ത് ഭാര്യയും ഒരു ഭാഗത്ത് അമ്മയും അച്ഛനും ആയിരിക്കും. ഇവരിൽ ആരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ എല്ലാ മരുമക്കളും ചിന്തിക്കുക, നാളെ നമ്മളും ഒരു അമ്മായി അമ്മ ആവുന്ന ഒരു ദിവസം വരും. അപ്പോൾ അന്ന് നമുക്കൊരു നല്ല രീതിയിൽ പോകാൻ നമ്മുടെ പ്രവൃത്തികൾ ഒരു പരിധിവരെ കൗണ്ട് ചെയ്യപ്പെടും. അതുപോലെ നമ്മുടെ പേരൻസിനെയും നോക്കാൻ മറക്കാതിരിക്കുക. നമ്മുടെ ആദ്യത്തെ കരച്ചിലിൽ സന്തോഷം കണ്ട പിന്നെ ഒരിക്കലും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത. തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഇനി ബാക്കിയുണ്ട്. അമ്മ മനസ്സുള്ള എഴുത്തുകാരൻ ഡോക്ടർ ജോർജ് ഓണക്കൂറിന് ബാക്കിയുണ്ട്. അമ്മ മനസ്സുള്ള വീണ നായർക്കുണ്ട്. ഒപ്പം മറ്റു പലർക്കും ഇപ്പോഴും ഉണ്ട്. സുഗതകുമാരി ടീച്ചർ ഒട്ടേറെ ബാക്കി വച്ചിരിക്കുന്നു. ഇങ്ങനെ ആണെങ്കിൽ കൂടി എല്ലാവരുടെയും മുന്നിൽ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കാൻ മാത്രമേ ഈ ദിവസം ന്യൂസ് ആൻഡ് വ്യൂസിനും സാധിക്കുന്നുള്ളൂ. ഇത് നമ്മുടെ അമ്മമാരുടെ ദിനമാണ്. ഇന്നൊരു ദിനം മാത്രമല്ല നമ്മുടെ അമ്മമാരുടെ ദിനം. നമ്മുടെ എല്ലാ ദിനങ്ങളും ആ അമ്മമാർ നമുക്കായി തന്നതാണ്. ആ അമ്മമാർക്ക് വേണ്ടി ഇന്നൊരു ദിവസമെങ്കിലും ഓർക്കുക. ചടങ്ങിനായിട്ട് ബാക്കി എല്ലാ ദിവസവും ചടങ്ങല്ലാതെ ആ അമ്മയെ ഓർക്കുക എന്ന് മാത്രം പറയുന്നു. ആ അമ്മയെ ഓർക്കുന്ന നമ്മുടെ മലയാള സിനിമയിൽ ഒട്ടേറെ ഗാനങ്ങൾ ഉണ്ട്. അതിലൊരു ഗാനത്തോടു കൂടി തന്നെ ആ ഗാനം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് തന്നെ അതൊരു പക്ഷേ എത്രത്തോളം ഇതിന് ഔചിത്യം കൂട്ടുമെന്നറിയില്ല. എന്നാലും അമ്മയെ ഓർക്കാൻ വേണ്ടി ആ ഗാനം മുമ്പിൽ തന്നുകൊണ്ട് തന്നെ ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി ഡോക്ടർ ജോർജ് ഓണക്കൂർ, അഡ്വക്കേറ്റ് വീണ നായർ, ശ്രീ ജഗദീഷ്, ശ്രീ ബാലചന്ദ്ര മേനോൻ, സുഗതകുമാരി ടീച്ചർ.